ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ മലപ്പുറത്തൊക്കെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ ആയി തോന്നുന്നു ട്രെൻഡിങ് ആയിട്ട് ആ ഒരു അപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. തുറക്കല്ലപ്പം എന്ന് പറയുന്ന ആ ഒരു അപ്പം ഉണ്ടല്ലോ, അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഡോ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പോളം നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ചൂടും തണുപ്പും അല്ലാത്ത ഒരു നമ്മൾ നോർമൽ വാട്ടർ ഇല്ല അതാണ് ഇട്ടിട്ട്, പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കണേ. പാൽ അതുപോലെ തന്നെ നോർമലായിട്ടുള്ള പാൽ തന്നെ എടുത്താൽ മതിയേ. പിന്നെ അതും കൂടെ ചേർത്ത് കൊടുക്കേണ്ട. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു പിഞ്ച് ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം കേട്ടോ. ഈ പാലും ഇതൊക്കെ അധികം ചൂടും അതുപോലെ തന്നെ അധികം തണുപ്പൊന്നും പറ്റില്ല ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ആ ഡോ പൊങ്ങി വരുമല്ലോ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു എഗ്ഗ് പൊത്തിച്ച് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് ഭാഗമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ഹാഫ് പോർഷനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു മിൽക്കും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 2 കപ്പ് മൈദൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് മൈദ ചേർത്തിട്ട് നല്ലോണം ഒന്ന് സോഫ്റ്റാക്കിയിട്ട് നമുക്ക് കൈവച്ചിട്ട് കുഴച്ചെടുക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഇത്ര വേണ്ടെങ്കിൽ 1 കപ്പിൻ്റെ അളവിൽ എടുത്താൽ മതിയേ. 2 കപ്പാകുമ്പോൾ നമുക്ക് ഒരുപാട് അപ്പമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എന്നിട്ട് ഈ 2 കപ്പ് മൈദ കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ ഈ ഒരു അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ചൊന്ന് സ്റ്റെപ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഉണ്ടാക്കാനും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ചിക്കനൊക്കെ ബോയിൽ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വലിയ പണിയൊന്നുമില്ല അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്റ്റെപ്സ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോ കൈവച്ചിട്ട് നല്ല സോഫ്റ്റാക്കിയിട്ട് കുഴച്ചെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോർക്ക് ഇതൊക്കെ മാറ്റി കൊടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ബീറ്റർ ഉണ്ടാകും മറ്റാ ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്താലും മതിയേ. അപ്പം നല്ലോണം കൈവച്ചിട്ട് കുഴച്ചിട്ട് പിന്നെ കുറച്ചൊന്ന് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവസാനം ഒലിവ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ ഈസ്റ്റൊക്കെ ഒന്ന് ഇതാക്കി വരണ്ട. അപ്പം കുറച്ചൊന്ന് ചൂടുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഒരു 30 മിനിറ്റ്സോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്ങും കാര്യമൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്നി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു തണ്ട് പുതിനൻ്റെ ഇല, അതുപോലെ തന്നെ മുളക്, പച്ചമുളകില്ല അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ കറിവേപ്പില, പിന്നെ കുറച്ചൊരു മല്ലിച്ചപ്പ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കുറച്ചൊരു ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ല, കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വേണം നമുക്ക് ഈ ഒരു ചട്നി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു ചമ്മന്തിൻ്റെ ആ ഒരു ടൈപ്പിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് ആ ഒരു ലെമണിൻ്റെ ജ്യൂസിൽ വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അധികം പൊടിയാനും പറ്റില്ല, അതുപോലെ തന്നെ വെള്ളമില്ലാണ്ട് നല്ല ഒരു തിക്കിൽ വേണം നമുക്ക് ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അത്ര പണിയൊന്നുമില്ല ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ചമ്മന്തി ഉണ്ടാക്കുക, പിന്നെ അതുപോലെ തന്നെ മുട്ട ഇതാക്കി വെക്കുക, പിന്നെ അതുപോലെ തന്നെ ചിക്കനൊന്ന് ഞാനിവിടെ ഒരു ചെറിയ പീസ് ചിക്കൻ എടുത്തിട്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് നമുക്ക് കൈവച്ചിട്ടൊന്ന് എടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ്റെ ഇതും കൂടെ നമുക്ക് കൈവച്ചിട്ട് നല്ലോണം പിച്ചിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം വേണ്ടത് 3 മുട്ട ഞാനിവിടെ പുഴുങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മയോണീസ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കന് വേവിച്ചിട്ട് കൈവച്ചിട്ട് ഒന്ന് പിച്ചിയെടുത്തതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചട്നിയില്ലേ അതും കൂടെ നട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു മാവ് പൊങ്ങി വന്നിട്ടുണ്ടാവുക. ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു മാവ്
പൊങ്ങി വരുന്നുണ്ടാവും. അത്ര സമയം മതി കേട്ടോ നമുക്ക് ഈ ഒരു മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ രണ്ട് ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടും പരത്തി കൊടുക്കാൻ കേട്ടോ വേണ്ടത്. രണ്ടും പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പരത്താനും ഒക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് അല്ലേ ഡോ ഉള്ളത്. അപ്പോൾ നമുക്ക് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അധികം തിന്നുവാൻ പറ്റില്ല, അതുപോലെ തന്നെ അധികം തിക്കുവാൻ പറ്റില്ല കേട്ടോ പരത്തുന്ന ആ ഒരു സമയത്ത്. അപ്പോൾ നമുക്ക് കുറച്ച് മൈദ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ട് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു അപ്പം തന്നെയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ നോമ്പിനൊക്കെ നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു അപ്പമൊക്കെ ഉണ്ടാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള അപ്പമല്ല, അപ്പോൾ കഴിക്കാനും അതുപോലെ തന്നെ കാണാനും നല്ലൊരു ടേസ്റ്റുള്ള അപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നോമ്പിൻ്റെ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റേ മാവും കൂടെ ഇതുപോലെ പരത്തി കൊടുക്കാം. അപ്പം രണ്ടും ഒരേ സെയിം അളവിൽ തന്നെ പരത്തി കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടും ഒരേ അളവിൽ ചെയ്തെടുക്കാൻ പറയുന്നത്. അപ്പം ഞാൻ രണ്ട് മാവും ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഓരോ റൗണ്ട് ഒരു അളവിൻ്റെ നമുക്ക് എത്രയാണോ അപ്പത്തിൻ്റെ അളവ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഓരോ എല്ലാത്തും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം മുട്ട വെച്ച് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മേലേക്ക് കുറച്ച് മയോണൈസ് വെച്ച് കൊടുക്കുക, പിന്നെ അതുപോലെ ചട്നി, പിന്നെ ചിക്കൻ എല്ലാം കൂടെ വെച്ചിട്ട് നമുക്കതിൻ്റെ മേലേക്ക് മറ്റേ മാവും കൂടെ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഇതിൻ്റെ മേലെ മയോണൈസ് വെച്ച് കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ചട്നി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടുതൽ ചെയ്തെടുക്കണേ. കുറച്ചാകുമ്പോൾ നമുക്ക് ആ ഒരു തിന്നുമ്പോൾ സമയത്ത് നമുക്ക് ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പം നല്ലോണം ഫില്ലിങ്ങും കാര്യമൊക്കെ നല്ലോണം വെച്ച് കൊടുക്കണം കേട്ടോ. അധികം കുറഞ്ഞു പോവാണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫില്ലിങ് ചെയ്തെടുക്കണേ. എന്നാൽ കഴിക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊക്കെ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് മറ്റേ മാവും കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ സെയിം ഗ്ലാസ്സിൽ നേരത്തെ വെച്ച ആ ഗ്ലാസ് വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പം തന്നെ നമ്മളെല്ലാ ഭാഗവും ഒട്ടിക്കോളുക. അപ്പം ഒട്ടാണ്ടിരിക്കുന്ന ഒരു പ്രശ്നമൊന്നും വരുമൊന്നും ചെയ്യില്ല, അത് പേടിക്കുകയും വേണ്ട കേട്ടോ. അപ്പോൾ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഒട്ടി വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പരത്തി വെച്ച മറ്റേ മാവില്ല, അത് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ ആ സൈഡും ഇതൊക്കെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗവും നമുക്കൊരുപോലെ വെച്ച് കൊടുക്കണേ. എന്നാലേ നമ്മൾ ആ ഒരു കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് എല്ലാ ഭാഗവും നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സെയിം ഗ്ലാസ്സിൽ നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം ഗ്ലാസ് വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് അപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ സിമ്പിളല്ലേ. അപ്പം ഇതുപോലെ നമുക്ക് പരത്തിയിട്ട് മേലെ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റുള്ള അപ്പം കിട്ടും കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമുക്കപ്പം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണേ. അധികം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അപ്പം ഒന്നും കൂടെ പൊങ്ങി വരും. ഒന്നാമത് ഈസ്റ്റ് ചേർത്തതല്ലേ. അപ്പോൾ രണ്ടാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരാളൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. ബാക്കിയുള്ള മാവ് നമുക്ക് പരത്തുന്ന ആ സമയം വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഉണ്ടാക്കിയ അപ്പം പൊരിച്ചെടുക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ വേമ്പേം പണിയും തീരും. അപ്പം ഒറ്റക്കാകുമ്പോൾ നമുക്ക് മറ്റേതും കൂടെ പരത്തുന്ന ആ ഒരു സമയം കൂടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഫില്ല് ചെയ്ത് വെച്ച അപ്പൊക്കെ മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള മാവുണ്ടല്ലോ അതും കൂടെ ഇതേ രീതിയിൽ പരത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ചെയ്തെടുക്കട്ടോ. കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ രണ്ടാമതും ഇതുപോലെ പരത്തിയിട്ട് എല്ലാ മാവും ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അധികം ചൂട് പറ്റില്ല കേട്ടോ. കരിയേണ്ട ആ ഒരു പാകത്തിൽ നമുക്ക് ഓയിൽ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം സൈസിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ബട്ടൂരൊക്കെ വേവിക്കില്ല, ആ ഒരു ഇതിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ നമുക്കിത് അടിഭാഗം കുറച്ചായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ബബിളായി വന്നിട്ടുണ്ടാവും, നല്ല പൊങ്ങി വരും ഈ അപ്പം. അധികം കരിയരുത് കേട്ടോ, കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാണുമ്പോൾ ആ ഒരു ഇതുണ്ടാവില്ല. അപ്പം കരിയാണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് മാറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരപ്പത്തിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അപ്പമൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാം. അപ്പോൾ ഇത്രയും അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മാവ് വെച്ചിട്ട്. അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എണ്ണൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. കൈ കാണുമ്പോൾ മനസ്സിലാവില്ല, എണ്ണൊന്നും തീരെയില്ല, കുടിച്ചിട്ട് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള അപ്പം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.